ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇത് പ്രൈമറി ഹെൽത്ത് കെയർ ആണ് ടോപ്പിക്ക്. ഇപ്പോൾ ഈ പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടി നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രൈമറി ഹെൽത്ത് കെയർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കെയർ എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ കെയർ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ളൊരു കൺസെപ്റ്റാണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ഹെൽത്ത് കെയറിന് എവിടെയാണ് ഇത് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന കൺസെപ്റ്റ് വന്നത് എന്ന് പറഞ്ഞാൽ, ഇത് ഇന്റർനാഷണൽ കോൺഫറൻസസ് അൽമ ആട്ട, അതായത് 1978 ഇന്റർനാഷണൽ കോൺഫറൻസ് റഷ്യയിൽ അൽമ ആട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂടുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെയുള്ള ഒരു ന്യൂ അപ്രോച്ച് ടു ഹെൽത്ത് കെയർ ആണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് അൽമ ആട്ട കോൺഫറൻസ് ഡിഫൈൻ പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് എസെൻഷ്യൽ ഹെൽത്ത് കെയർ മേഡ് യൂണിവേഴ്സലി അക്സസിബിൾ. ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സലി ആയിട്ടുള്ള അക്സസിബിൾ ആയിട്ട് ടു ഇൻഡിവിജ്വൽ, ദ കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി അറ്റ് ദ കോസ്റ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി ക്യാൻ അഫോർഡ്. എല്ലാവർക്കും കെയർ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു കൺസെപ്റ്റ് ആണ് അൽമ ആട്ട കോൺഫറൻസിൽ 1978 അൽമ ആട്ടയിൽ വെച്ചിട്ട് ഇത് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് മെയിൻ ആയിട്ട് 1977 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡെവലപ്ഡ് റൂറൽ ഹെൽത്ത് സ്കീം. ഈ റൂറൽ ഹെൽത്ത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 1977 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യേണ്ടായി. അത് റെക്കമെൻഡ് ചെയ്ത ഏത് കമ്മിറ്റിയാണെന്ന് പറയുന്നത് ശ്രീവത്സ കമ്മിറ്റിയാണ് റൂറൽ ഹെൽത്ത് സ്കീം റെക്കമെൻഡ് ചെയ്തത്. നെക്സ്റ്റ്, ഈ പ്രൈമറി ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ പോയിന്റ്സ് ആയിട്ട് വീണ്ടും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് 3-tier സിസ്റ്റം ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർസെക്ടറൽ കോർഡിനേഷൻ. അതായത് ഇതൊരു ഇന്റർസെക്ടറൽ ആയിട്ടുള്ള ഇതിപ്പോൾ നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, പല തരത്തിലുള്ള പല സെക്ടേഴ്സിലുള്ള കോർഡിനേഷൻ വഴിയായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ യൂണിക്കായിട്ട് കൊടുക്കാം എന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊരു ഇന്റർസെക്ടറൽ കോർഡിനേഷൻ വഴിയുള്ള 3-tier സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, കോർഡിനേഷൻ ബിറ്റ്വീൻ റിലേറ്റഡ് ടു സെക്ടേഴ്സ് ആൻഡ് ആസ്പെക്ട് ഓഫ് നാഷണൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, പർട്ടിക്കുലർലി അഗ്രികൾച്ചർ. കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെ വരും? Particularly agriculture, animal husbandry, then food industry, education, housing, പബ്ലിക് വർക്ക് ആൻഡ് അതർ സെക്ടേഴ്സ്. നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ അതായത് മനസ്സിലാവും ഏതൊക്കെ സെക്ടറാണ്. നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, അതായത് WHO മുന്നോട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ മാത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മുന്നത്തെ എന്തൊക്കെ ഏജൻസീസ് ആണ്, WHO എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ യുണിസെഫ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുന്നേ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റിന്റെ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, ഈ പ്രൈമറി ഹെൽത്ത് കെയറിന് പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് പ്രൈമറി ഹെൽത്ത് കെയറിനുള്ള നമ്മൾ 4 പ്രിൻസിപ്പിളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ 5ാമതൊരു പ്രിൻസിപ്പിൾ കൂടി ചെയ്യുന്നുണ്ട്. ചില കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിൽ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഇതിൽ നിന്ന് ഏതാണ് പ്രിൻസിപ്പിൾ അല്ലാത്തത്, ഇതിൽ എക്സെപ്റ്റ് 1 ഏതാണ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഈ 5ാമത്തെ പ്രിൻസിപ്പിൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് 5 പ്രിൻസിപ്പിൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് വൺ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ഇന്റർസെക്ടറൽ കോഓർഡിനേഷൻ. നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. പിന്നെ ഫോക്കസ് ഓൺ പ്രിവെൻഷൻ. മെയിൻ ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്നത് 4 പ്രിൻസിപ്പിൾ എന്നേ കാണത്തുള്ളൂ. പക്ഷെ 5ാമതൊരു പ്രിൻസിപ്പിൾ കൂടി ഉണ്ട്. ഫോക്കസ് ഓൺ പ്രിവെൻഷൻ. ഇതാണ്. ഓക്കെ, ഇതിനകത്ത് 4 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് 1ാമത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ.
അതായത് എല്ലാ മനുഷ്യർക്കും ഇപ്പൊ റിച്ച് ആണെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് പാവപ്പെട്ടവനാണെന്നോ എന്നോ ഒന്നും ഉദ്ദേശമില്ലാതെ ഹെൽത്തിന്റെ എല്ലാ പരമായിട്ടുള്ള ആവശ്യങ്ങളും അല്ല എങ്കിൽ ഈക്വൽ ആയിരിക്കണം, അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകളും എല്ലാം എന്തായിരിക്കണം, ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്നതായിരുന്നു പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കമ്മ്യൂണിറ്റിയിൽ സർട്ടൻ ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഹെൽപ്പോട് കൂടി ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ നോക്കിയാൽ അത് എന്ത് ചെയ്യും, നമ്മൾ പറയുന്നതിനേക്കാൾ അക്സെപ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് ജനങ്ങൾ അത് എന്ത് ചെയ്യും, സ്വീകരിക്കുന്നത് കൂടുതലായിരിക്കും, അവരത് കേൾക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാൽ അതിന്റെ സക്സസ് ആയിട്ട് അത് എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. പക്ഷെ കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആകാം, പിന്നെ ചില കമ്മ്യൂണിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികൾ, അവരെയും കൂടി ഉൾപ്പെടുത്തി അവരുടെ പാർട്ടിസിപ്പേഷനും കൂടി ഉൾക്കൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓക്കെ, എന്നതായിരുന്നു രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ഇന്റർസെക്ടറൽ കോർഡിനേഷൻ. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഹെൽത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്റർസെക്ടറൽ കോർഡിനേഷൻ വരുമ്പോൾ പല സെക്ടറിലുള്ള ആളുകൾ, അഗ്രികൾച്ചർ ആവാം, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ് വൈസിലുള്ള മുഴുവനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് സെക്ടർ പല സെക്ടേഴ്സിലുള്ള ആളുകളുമായിട്ട് കോഓർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് കൊടുക്കേണ്ടത്, പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കേണ്ടത് എന്നതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റി ഓരോ ദിവസം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മുന്നേ ഉള്ള ടെക്നോളജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആകും അല്ലെ, ഒരിക്കലും അതെന്തില്ല, അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അതുപോലെ തന്നെ എന്തില്ല, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജി, അത് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി അത് ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 4 പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഈക്വൽ ആയിട്ട് ഒരു പ്ലാൻ നമ്മൾ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ നമ്മൾ നടപ്പാക്കുകയാണെങ്കിൽ, ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതെന്താണ്, എല്ലാവർക്കും അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ആയിരിക്കണം, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് കെയറിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് താഴെത്തട്ടിലുള്ള ആളുകളെ പോലും നമുക്ക് ഈ കെയർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇന്റർസെക്ടറൽ കോർഡിനേഷൻ, പല സെക്ടറിലുള്ള ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കെയർ കൊടുക്കേണ്ടത്. ഇനി അതിന് നമ്മൾ എന്ത് ടെക്നോളജി ഉപയോഗിക്കണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ അഞ്ചാമത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം എന്തിനാ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യേണ്ടത്, പ്രിവെൻഷൻ. ഫോക്കസ് ഓൺ പ്രിവെൻഷൻ, പ്രിവെന്റീവ് ആസ്പെക്റ്റിനെ നമ്മൾ മുൻനിർത്തി വേണം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിളിന്റെ അവസാനം നമ്മൾ പറയുന്നത്. ഓക്കെ, ഫോക്കസ് ഓൺ പ്രിവെൻഷൻ. ഓക്കെ, ഇതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 8 എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ, ഈ 8 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ഹെൽത്ത് കെയറിൽ എത്ര എലമെന്റ്സ് ആണ് ഉള്ളത് എന്നതാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ കണ്ടോ, ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞേക്കുന്നുണ്ടോ,
കണ്ടോ, ഈ എലമെന്റ്സിന്റെ തന്നെ ഈ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഓരോന്നും എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഈ എലമെന്റ്സ് ELEMENTS, ഓക്കെ, ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 8 എലമെന്റ്സ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇതിനകത്ത് ഒന്നാമത്തെ എലമെന്റ്. എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഒന്നാമത്തെ എലമെന്റ് എന്താണ്? എഡ്യൂക്കേഷൻ അബൌട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എന്താണ്? ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചുള്ള എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ് പ്രിവെൻഷൻ, അതെങ്ങനെ നമ്മൾ പഠിക്കണം, നമുക്കതിന്റെ പ്രിവെൻഷൻ, കൺട്രോൾ, ഐഡന്റിഫൈ, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതാണ് എലമെന്റ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലോക്കലി എൻഡീമിക് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇതിനകത്ത് ലോക്കലി ആയിട്ടുള്ള, എൻഡീമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡീമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഏരിയയിൽ, ചിലപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്താണ് കണ്ടുവരുന്ന പ്രത്യേകതരം ചില അസുഖങ്ങൾ, ചില ലോക്കലി ആയിട്ടുള്ള ചില ഏരിയയിൽ, ലോക്കലി ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്താണ് കാണാൻ പറ്റും നമുക്ക്, ആ അസുഖം അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനാണ് എൻഡീമിക് എന്ന് പറയുന്നത്. ഓക്കെ, എൻഡീമിക്, പാൻഡമിക്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ COVID-19 എന്തായിരുന്നു? പാൻഡമിക് ആയിരുന്നു അല്ലേ? പാൻഡമിക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അത് എന്ത് ചെയ്തു, അഫക്റ്റ് ചെയ്തു. അത് എൻഡമിക് ഡിസീസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ അതൊക്കെ നിങ്ങൾക്ക് എന്താണ്, ഇനി അടുത്ത ടോപ്പിക്കുകളിൽ ഇത് ഓരോന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ എന്താണ്, ലോക്കലി എൻഡമിക് ആയിട്ടുള്ള ആ ലോക്കലി കാണപ്പെടുന്ന അസുഖങ്ങളുടെ പ്രിവെൻഷനും അതിൻ്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അതാണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഈ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ എഗെയിൻസ്റ്റ് മേജർ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യണം, അതിനുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എന്ന് വരുന്ന എലമെന്റ്സിൽ വരുന്നത്. ഓക്കെ, ഇവിടെ പറയുന്ന ഈ പ്രൈമറി ഹെൽത്ത് കെയറിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്റർസെക്ടോറലായിട്ടുള്ള ടോട്ടലി ഉള്ള ഒരു ഹെൽത്ത് കെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ഇമ്മ്യൂണൈസേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഇതിനകത്ത് നമ്മൾ ഒരു ഡിസീസിനെ മാത്രം നമുക്ക് പ്രിവെന്റ് ചെയ്ത് ആ ടോട്ടൽ കെയർ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഓരോ ആസ്പെക്റ്റും ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഈ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോന്നും അതിന്റെ പാർട്സ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി അത് പഠിക്കാം കേട്ടോ. പിന്നെന്താണ്, ഇത് അടുത്ത് വരുന്നത് എം എന്താണ്? മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇൻക്ലൂഡിങ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, ഇത് ഓരോന്നായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വലിയ ടോപ്പിക്കാണ്. ഓക്കെ, മെറ്റേണൽ ആൻഡ് ഫാമിലി പ്ലാനിങ് തന്നെ എന്താണ്, അത് തന്നെ വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനുള്ള ടോട്ടലി ഉള്ള ഹെൽത്ത് കെയർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കെയർ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഇതൊക്കെ പഠിക്കുമ്പോൾ എന്നാൽ മാത്രം നമുക്കിത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഈ എഡ്യൂക്കേഷൻ വന്നിട്ട് എന്താണ്, ഡിസീസിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വേണം. അത് കഴിഞ്ഞ് ലോക്കലി ആയിട്ടുള്ള പ്രിവെന്റബിൾ ആസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ എന്താണ്, എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമ്മൾ കൊടുക്കണം. പിന്നെ വരുന്നത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇൻക്ലൂഡിങ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, അത് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്ന എന്താണ്, നെക്സ്റ്റ് എസെൻഷ്യൽ ഡ്രഗ് അറേഞ്ച്മെന്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ? പറ്റത്തില്ല അല്ലെ, ഡ്രഗ് നമുക്ക് വേണ്ടി വരും. അപ്പൊ പ്രിവെന്റീവ് ആസ്പെക്ട് ചിലപ്പോൾ നമ്മൾ ഡ്രഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്, എസെൻഷ്യൽ ഡ്രഗിന്റെ അറേഞ്ച്മെന്റ്സ്, അവിടെ എസെൻഷ്യൽ ഡ്രഗിന്റെ അറേഞ്ച്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എന്താണ്, ന്യൂട്രീഷണൽ ആൻഡ് ഫുഡ് സപ്ലൈ. നമ്മൾ മെഡിസിൻ മാത്രം കുറച്ചുകൊണ്ട് ശരിയാവത്തില്ല. നമ്മൾ രോഗം ഇങ്ങനെ കുറയ്ക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം ശരിയാവും?
ഇല്ല. കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സപ്ലൈ എന്ത് ചെയ്തിരിക്കണം, അവിടെ എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ടി വരുമ്പോൾ എന്താണ് അതിന്റെ എലമെന്റ്സ് ആയിട്ട് വരുന്നത്, ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ ഇൻഫെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സേഫ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ കൺട്രോൾ. ഇതിനകത്ത് എന്താണ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഒക്കെ വരണം. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഹെൽത്ത് മാത്രം, ഇതിനകത്ത് എന്തെല്ലാം ആസ്പെക്ട് വന്നു, ഇതാണ് പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് വരുന്ന എലമെന്റ്സ്. പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്ത് പ്രൈമറി ഹെൽത്ത് കെയറും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും ഇങ്ങനെയുള്ള 2 ടോപ്പിക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അൽമ ആട്ടയിൽ വെച്ച് എന്ത് ചെയ്തു, പ്രൈമറി ഹെൽത്ത് കെയർ എന്ന കൺസെപ്റ്റ് രൂപീകരിച്ചു. പിന്നെ വരുന്ന സർട്ടൻ ഗോൾസ്, അതായത് ഒരു ഇത്ര നിശ്ചിത കാലഘട്ടത്തിൽ, അതായത് ഒരു 5 ഇയർ വെച്ചിട്ട്, അല്ല എങ്കിൽ എന്താണ് ഒരു 2000 നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര ഗോൾ അച്ചീവ് നമ്മൾ ചെയ്തിരിക്കണം എന്ന ഒരു മില്ലേനിയം, അതാണ് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്ത് എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്ന ഗോൾസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്തു, രൂപപ്പെട്ടു വന്നു. ആ കൺസെപ്റ്റ് കഴിഞ്ഞിട്ട് എത്ര ഗോൾസ്, ഇങ്ങനെയുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആണ് അടുത്ത് എന്ത് ചെയ്യുന്നത്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൂടി വരുമ്പോൾ ഈ ടോപ്പിക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഹെൽത്ത് ഫോർ ഓൾ. ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് എന്ത്, ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ in May 1977, WHO Assembly set the goal that government and WHO should aim for attainment of health by all people of the world by 2000 AD. ഞാൻ പറഞ്ഞില്ലേ, അതായത് 2000 കൂടി 1978 എന്ത് ചെയ്തത്, പ്രൈമറി ഹെൽത്ത് കെയർ എന്ന കൺസെപ്റ്റ് വന്നത്. അപ്പോൾ 2000 കൂടി ഹെൽത്ത് ഫോർ ഓൾ എന്ന് എന്ത് ചെയ്തേക്കുന്നു, ഈ WHO എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു 2000 കൂടി ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫിന് വേണ്ടി കൊടുക്കാൻ പറ്റണം എന്നൊരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നത്. ഇത് WHO ആണ് എന്ത് ചെയ്തത്, മുന്നോട്ട് വെച്ചത്. ഓക്കെ, മനസ്സിലായോ? ഇതിനകത്ത് WHO ഈ 1978 പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് WHO മാത്രമാണോ മുന്നോട്ട് വെച്ചത്? അല്ല, WHO ഉണ്ടായിരുന്നു, പിന്നെ ആരുകൂടി ഉണ്ടായിരുന്നു, യൂണിസെഫ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? യൂണിസെഫും WHO കൂടിയാണ് എന്ത് ചെയ്യുന്നത്, 1978 പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇത് അതിനകത്ത് ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നത് ഈ അൽമ ആട്ട എന്ന് പറയുന്ന ഈ ഡിക്ലറേഷനിൽ വരുന്ന 2000 AD എന്ത് ചെയ്യുന്നു, ഈ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം എന്നൊരു ഇതാണ് അവരുടെ മുന്നോട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇവിടെ അതിൻ്റെ തന്നെ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നതിന്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. ദ കോർ പ്രിൻസിപ്പിൾ ഈസ് ഇക്വിറ്റി ഇൻ ഹെൽത്ത്, മീനിങ് എവരി പേഴ്സൺ ഷുഡ് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എൻജോയ് ഗുഡ് ഹെൽത്ത്. ഓക്കെ, ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ. എന്താണ് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞാൽ, ഇതെന്താണ്, ഞാൻ പറഞ്ഞില്ലേ 1978 മുതൽ 2000 വരെ അവരെന്ത് ചെയ്തു, ചില ഗോൾസ് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്ത് ചെയ്തു, 2015 വേറെ എന്ത് ചെയ്തു, കുറച്ച് ഗോൾ കൂടി സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് എന്ത് ടോട്ടൽ എന്താണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്, എന്താണ് നമ്മൾ 2000 വരെ ഉള്ള 2078 മുതൽ 2000 വരെ കുറച്ച് ഗോൾ അവർ സെറ്റ് ചെയ്തിരുന്നു. അതാണ് എന്ത്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് 2050 വരെ അതിലെന്താണ് കുറെ ഗോൾസ് ടാർഗറ്റ് ചെയ്യാനുള്ള, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറെ ഗോൾസ് എന്ത് ചെയ്തു, വീണ്ടും അവരെന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗോൾസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ വരുമ്പോൾ 8 എണ്ണമാണ് വരുന്നത്. എത്ര എണ്ണം? 8 ഗോൾസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഇത് 1 2 3 അങ്ങനെ 8 ആണ്. ഇതിനകത്ത് 4 5 6, ഈ 4 5 6 മാത്രമാണ് എന്ത് ആയിട്ട് വരുന്നത്, ഹെൽത്തിൻ്റെതായിട്ട് വരുന്നത്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്, ഹെൽത്തിന്റെ ഇതിനകത്ത് വരുന്നതല്ല. ഓക്കെ, ഇതിനകത്ത് 4 5 6 ഗോൾസിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ
4, 5, 6 ഗോൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി ഉള്ള ഗോൾസ് എന്താണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നതല്ല. ഓക്കെ, മനസ്സിലായി. അത് ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മുഴുവനായിട്ടുള്ള കെയർ ഒക്കെ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അത് നമുക്ക് നോക്കാം. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഒന്നാമത്തെ ഗോൾ എന്താണ്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. രണ്ടാമത് എന്താണ്, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സൽ ആയിട്ട് എന്താണ്, പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക. പിന്നെ എന്താണ് വരുന്നത്, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. ജെൻഡർ ഇക്വാലിറ്റിയും എന്താണ്, വിമൻ എംപവർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈ മൂന്നെണ്ണം എന്താണ്, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിനകത്ത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ചൈൽഡ് മോർട്ടാലിറ്റി എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. പിന്നെ വരുന്ന എന്താണ്, കോമ്പാറ്റ് HIV ഓർ AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. ഈ ഡിസീസ് ഒക്കെ എന്താണ്, ഡിസീസിന്റെ പ്രിവെൻഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് വരുന്നത്. പിന്നെ എന്താണ്, എൻഷുർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ സാനിറ്റേഷൻ വരും. പിന്നെ എന്താണ്, നമ്മുടെ ഹൈജീൻ വരും. പിന്നെ എന്ത് വരും, നമ്മുടെ സേഫ് ഡ്രിങ്കിങ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം എന്തിൽ വരും, ഈ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. എന്താണ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഗോൾസ് ആണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഓക്കെ, ഇതിൽ 4, 5, 6 എന്താണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ 2015 വീണ്ടും എന്ത് ചെയ്യുക, ഈ ഗോൾസ് വീണ്ടും അച്ചീവ് ചെയ്യുക എന്ന ഇതിലോട് കൂടിയാണ് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, ഈ ഗോൾസ്, അതായത് ഈ സർട്ടൻ ഗോൾസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസിൽ വരുന്ന മാറ്റങ്ങൾ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് എന്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുമ്പോൾ 17 ഗോൾസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, 169 ടാർഗറ്റ് സെറ്റ് ബൈ ദ യുണൈറ്റഡ് നേഷൻ ഇൻ. ഇതിനകത്ത് 17 ഗോൾസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് 169 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം ഇതിനകത്ത് ഗോൾസ്, ടാർഗറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സർട്ടൻ കാര്യങ്ങൾ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കത് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ 17 ഗോൾസ് ഉണ്ടായിരുന്നു, 169 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഇതെന്താണ്, യുണൈറ്റഡ് നാഷൻസ് 2015 മുതൽ 2030 കൂടി നമ്മൾ അച്ചീവ് ചെയ്യേണ്ട സസ്റ്റൈനബിൾ ആയിട്ടുള്ള നമ്മുടെ ഗോളാണ് ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, അതുപോലെ ഇതിന് എന്താണ് പറയുന്നത്, ഗ്ലോബൽ ഗോൾസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഗോൾസിനെയൊക്കെ എന്താണെന്നാണ് പറഞ്ഞു, ഗ്ലോബൽ ഗോൾസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൂടി പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണ്, യൂണിവേഴ്സൽ കോൾ ടു എൻഡ് പോവർട്ടി, പ്രൊട്ടക്ട് ദ പ്ലാനറ്റ് ആൻഡ് എൻഷുർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഫോർ ഓൾ. ഇതിനകത്ത് പിന്നീട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത കാര്യം എന്താണ്, യൂണിവേഴ്സലി പോവർട്ടി എന്ത് ചെയ്യുക, കുറയ്ക്കുക, ദാരിദ്ര്യം അതെന്ത് ചെയ്യുക, കുറയ്ക്കുക. പ്രൊട്ടക്ട് ദ പ്ലാനറ്റ്, നമ്മുടെ ഭൂമിയെ തന്നെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ എന്താണ്, സമാധാനം ഒക്കെ എന്ത് ചെയ്യുക, പീസ്, ഇതാണ് എന്ത് ചെയ്യുക, പ്രോസ്പെരിറ്റി ഫോർ ഓൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്തിലുണ്ട്, ഇതിനകത്ത് ഗോൾസിനകത്ത് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ. നെക്സ്റ്റ്, ഈ 17 ഗോൾസ് എന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് 17 ഗോൾസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കാം. ഇത് സിമ്പിൾ ആണ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് കണ്ടോ, ഒന്നാമത്തെ ഗോൾ എന്താണ്, നോ പോവർട്ടി. രണ്ടാമത്തെ എന്താണ്, സീറോ ഹങ്കർ. മൂന്നാമത്തെ എന്താണ്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നാലാമത്തെ എന്താണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ എന്താണ്, ജെൻഡർ ഇക്വാലിറ്റി. പിന്നെ എന്താണ്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. ഓക്കെ, നെക്സ്റ്റ് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്.
പിന്നെ എന്താണ് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യുക. ദെൻ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഓരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ എന്താണ് ഇതിനകത്ത് 12ാമത് വരുന്ന എന്താണ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇതിനകത്ത് ക്ലൈമറ്റ് ആക്ഷൻ 13ാമത്. 14ാമത്തെ എന്താണ് ലൈഫ് ബിലോ വാട്ടർ. പിന്നെ എന്താണ് ലൈഫ് ഓൺ ലാൻഡ്. നെക്സ്റ്റ് എന്താണ് പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫോർ ഓൾ ദ ഗേൾസ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിനകത്ത് പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്? ഇതിനകത്ത് പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രൈമറി ഹെൽത്ത് കെയർ എന്ന കൺസെപ്റ്റ് എവിടെ വെച്ച് വന്നു? 1978 അൽമ ആട്ട എന്ന് പറയുന്ന ഡിക്ലറേഷൻ ആര് കൊണ്ടുവന്നു? WHO യൂണിസെഫും ചേർന്ന് വന്നു. പിന്നെ ആ കൺസെപ്റ്റ് എന്തായിരുന്നു കൺസെപ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് അതിന്റെ എലമെന്റ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഹെൽത്ത് ഫോർ ഓൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു? ആ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ സർട്ടൻ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് അതുകൂടി നോക്കാം. പ്രൈമറി ഹെൽത്ത് കെയറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനകത്ത് എന്താണ് ഫോളോയിങ് ആർ ദ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എക്സെപ്റ്റ്. എലമെന്റ്സ് 8 എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. DSSB 2006 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് 8 എലമെന്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്, എക്സെപ്റ്റ് ഏതാണെന്ന് പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇന്റർസെക്ടറൽ കോർഡിനേഷൻ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിന്റെ ആൻസർ എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ്നെസ്. എന്തുകൊണ്ടാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്? കോസ്റ്റ് എഫക്റ്റീവ്നെസ് effective care is judges to provide good health value for expenditure. മനസ്സിലായോ? അപ്പോൾ ഹെൽത്ത് വാല്യൂ റെഫർ ദ ബെനിഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ മെഡിക്കൽ ഇന്റർവെൻഷൻ. നെക്സ്റ്റ് എന്താണ് വിച്ച് മൈറ്റ് ഇൻക്ലൂഡ് ലോങ്ങർ ലൈഫ് ദെൻ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ ബോത്ത്. അതായത് എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ദ കോസ്റ്റ് ഓഫ് ടെസ്റ്റ്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യില്ല, ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അതാണ് എന്ത് ഈ ഒരു എക്സ്പ്ലനേഷനും കൂടി അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ ഈസ്. എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ? ഓക്കെ, ഇതും DSSB 2004 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞത് എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ഫോർ ഓൾ ആണോ? ഹെൽത്ത് ഫോർ ദോസ് ഹു ആർ ഇൻ നീഡ് ആണോ? ആവശ്യമുള്ളവർക്ക് മാത്രമാണോ കൊടുക്കുന്നത്? ഹെൽത്ത് ഫോർ ആൻ ഏരിയ ഓഫ് 30,000 പോപ്പുലേഷൻ ആണോ? അടുത്തെന്താണ് ഹെൽത്ത് ഫോർ ചിൽഡ്രൻ അറ്റൻഡിങ് പ്രൈമറി സ്കൂൾ. ഇതാണോ എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ എന്താണ്? ഹെൽത്ത് ഫോർ ഓൾ. ഹെൽത്ത് ഫോർ ഓൾ എന്ന കൺസെപ്റ്റ് ആണ് എന്ത് പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ, ദെൻ ഇതിനകത്ത് എന്താണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് 1978 എന്ത് ചെയ്യുന്നത് ഈ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ കൺസെപ്റ്റ് വരുന്നത്. പിന്നെ എന്താണ് അൽമ ആട്ട ഡിക്ലറേഷൻ ആയിരുന്നു. ഓക്കെ, ദ ഡിക്ലറേഷൻ സെറ്റ് എ ഡീലിംഗ് ഓഫ് ദ ഇയർ 2000 എന്ത് ചെയ്തത് ഈ ഡിക്ലറേഷൻ ഇത് ചെയ്തത്. പിന്നെ എന്താണ് അച്ചീവ് ഹെൽത്ത് ദാറ്റ് വുഡ് ഇനേബിൾ ഓഫ് പീപ്പിൾ ലീഡ് എ സോഷ്യലി എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫിന് വേണ്ടിയിട്ടുള്ള കുറേ സ്ട്രാറ്റജിക്കൽ മൊമെന്റ് ആണ് ഇതിനകത്ത് വെച്ചത്. സ്ട്രാറ്റജി ടു അച്ചീവ് ദ ഗോൾ വാസ് ഫോക്കസ്ഡ് primary health care with the emphasis on community participation and tackling the underlying cause of disease such as poverty,
ഇല്ലിറ്ററസി ആൻഡ് പ്യുവർ സാനിറ്റേഷൻ. ഓക്കെ, ഇതിനകത്ത് ചില വാക്കുകൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മൈൻഡിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് എന്ത് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കൺസെപ്റ്റും. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആ വാക്ക് എന്ത് ചെയ്യില്ല, അത് തന്നെയാണ് കോറായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കാണാനും പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പ്രൈമറി ഹെൽത്ത് കെയർ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ്. ഇതിനകത്ത് എന്താണ്, പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്, ഇതിനകത്ത് ഇല്ലാത്തത് റാക്ക് MSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്, ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഇതിനകത്തില്ല. ഓക്കെ, ലേറ്റസ്റ്റ് ടെക്നോളജി ഇല്ല. ഓക്കെ, ബാക്കി ഇതിനകത്ത് എന്താണ്, ബാക്കി എല്ലാം ഓപ്ഷനും എന്താണ് ഇതിൽ പ്രൈമറി ഹെൽത്ത് കെയറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എക്സെപ്റ്റ്. ഇതിനകത്ത് എന്താണ്, പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലമെന്റ്സിൽ വരുന്നതാണ് ഇത്, ബാക്കി എക്സെപ്റ്റ് വൺ ഏതെന്നാണ്. മൾട്ടി സെക്ടറൽ അപ്രോച്ച്, ദെൻ ക്വാളിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ്, എന്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, പിന്നെ എന്താണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഈ പ്രൈമറി ഹെൽത്ത് കെയറിനകത്ത് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പ്രൈമറി ഹെൽത്ത് കെയർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എലമെൻറ്റ്സ് ഉള്ള അതിൻ്റെ ഗോൾസ് എന്താണ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പഠിച്ചു. പിന്നെ അതിനുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.